തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് പിന്നിൽ കൊട്ടേഷൻ എന്ന സൂചന. രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷുമാണ് രാത്രി 10 മണിയോടെ വെട്ടേറ്റത്. പരിക്കേറ്റ ഇരുവരും ചികിത്സയിലാണ്. അക്രമി സംഘത്തിന്റെ CCTV ദൃശ്യം 24-ന് കിട്ടി. ഞാൻ കാലത്ത് അറിയുന്നത് അല്ലേ വിളിക്ക് മൊബൈൽ കണ്ടു തന്നിട്ട് കണിമംഗലത്താണ് ഭാര്യ വീട്. അപ്പോൾ അവൻ വിളിച്ചിങ്ങനെ പറ്റിയിരുന്നു തന്നപ്പോൾ വീട്ടുകാർ തലചുറ്റി കിടക്കുന്നത് അറിഞ്ഞിട്ട് കുറേ നാളായി ഇവിടെ ഡ്രൈവറായിട്ട് അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമം. ഞാൻ സൂചിയാണ്ട് അറിയാൻ വേണ്ടിയിട്ട് വന്നതാ. സൂരജ് സജീവ വാർത്തകൾ ചേരുന്നു. സൂരജ്, എന്തായാലും ഒരുപക്ഷെ എന്തും സംഭവിക്കാവുന്നതായിരുന്നു. വലിയ പരിക്കുകളില്ലാന്ന് കേൾക്കുന്നു, ഭാഗ്യം. പക്ഷെ ആരാണ് കൊട്ടേഷൻ കൊടുത്തത്? വെട്ടിയ ഈ ഉപദ്രവിക്കാൻ വന്നവരാരാണ്? എന്താണ് കാരണം? എന്തെങ്കിലും സൂചനയുണ്ടോ, വ്യക്തതയുണ്ടോ സൂരജ്? ഹാഷ്മി, ഇതുവരെയും പ്രതികളെക്കുറിച്ച് ഒരു തരത്തിലുള്ള സൂചനയും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് സുനിലും അതോടൊപ്പം തന്നെ ഡ്രൈവറും ഈ വീട്ടിലേക്ക് വരുന്നതിനിടയിൽ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ച് ഈ ഇരുളിൽ പതിയിരുന്ന 3 അംഗ സംഘം ഇവരെ ആക്രമിക്കുന്നത്. ഈ ഗേറ്റ് തുറന്ന് ഡ്രൈവർ വാഹനം അകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് വെട്ടുകയായിരുന്നു. ആദ്യം ഡ്രൈവറെ വെട്ടുന്നു, പിന്നാലെ ഒരു ഗ്ലാസ് തകർത്താണ് ഈ സുനിലിനെ വെട്ടിയത്. പക്ഷെ ആ വെട്ടേറ്റത് കാലിലായിരുന്നു. ഈ സുനിലിനും അതോടൊപ്പം തന്നെ ഈ ഡ്രൈവർക്കും ഗുരുതരമായ പരിക്കല്ല ഏറ്റിട്ടുള്ളതെന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചെല്ലാം തന്നെ വലിയ ആശങ്കയിലാണുള്ളത്. പ്രത്യേകിച്ച് ഈ വീടിന് നേരെയാണ് ഈ കൊട്ടേഷൻ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്ന അതിന്റെ ഒരു ഭയപ്പാടിലാണ് ഈ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളും എല്ലാം ഉള്ളത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം. അതോടൊപ്പം തന്നെ ഈ തിയേറ്റർ നടത്തിപ്പുകാരനുമായി ശത്രുതയിൽ ഉണ്ടായിരുന്നവരുടെ വിവരങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത്തരത്തിൽ ആരെങ്കിലുമാണോ കൊട്ടേഷൻ കൊടുത്തത് എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. അതേസമയം പോലീസ് അറിയിക്കുന്നത് അധികം വൈകാതെ തന്നെ പ്രതികളെ പിടികൂടാനാകും എന്ന പ്രത്യാശയാണ് ആഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.